ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം 5-ാമത്തെ അധ്യായം. അതിൽ 76 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. 77-ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. 82-ാമത്തെ ഭാഗമായിട്ടാണ് ഇവിടെ ധുന്ധുകാരി പ്രേതം മുക്തമായി ഗോകർണൻ ധുന്ധുകാരി പ്രേതത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന വിമാനത്തിൽ ധുന്ധുകാരിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ ശ്രോതാക്കൾക്കും എനിക്ക് പോലും ഇല്ലല്ലോ എന്ന് സംശയം ചോദിക്കുന്നതായിട്ടുള്ള ഗോകർണനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചില ശ്രവണ മനന നിധിധ്യാസത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു. മുക്തനായിട്ടുള്ള ധുന്ധുകാരി പ്രേതം, അതേപോലെ തന്നെ ഹരിദാസന്മാരും ഈ കാരണത്തെ, ഭാഗവതത്തിൻ്റെ മഹിമയെ, അത് സ്വീകരിക്കേണ്ടതിൻ്റെ ചില നിയമങ്ങളെയൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയാണ് 77-ാമത്തെ ശ്ലോകം. ഓം. പുനഃശ്രവാന്തേ സർവേഷാം വൈകുണ്ഠേ വസതിർധ്രുവം ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ദോഷങ്ങളെ പറഞ്ഞതിൻ്റെ ശേഷം എന്തുകൊണ്ട് ഗോകർണനും ശ്രോതാക്കൾക്കും വിമാനം വന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുകയാണ്, ഒരു തവണ കൂടി ഈ ഭാഗവത കഥ പറഞ്ഞോളൂ. അതിൻ്റെ അവസാനം വൈകുണ്ഠത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാനുള്ള അനുവാദം ഭഗവാൻ തരും. ഗോകർണ, അങ്ങേക്കാകട്ടെ ഗോവിന്ദൻ തന്നെ ഇവിടെ വന്ന് അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകും. ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടേ? അപ്പം ഇപ്പം ചെയ്തത് തെറ്റാ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും കേട്ടത് വേണ്ട രീതിയിലായില്ല, മുഴുവനായില്ല, പാപം നശിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു തവണയും കൂടിയും കേട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമാവും. എന്താ കാരണം? ഇപ്പം ഇതിൻ്റെ ഈ ന്യൂനത മനസ്സിലായി. അത് വേണ്ട രീതിയിൽ കേട്ടപ്പോൾ വൈകുണ്ഠത്തിലേക്ക് പ്രവേശനം കിട്ടി. നമ്മളത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളും അതേപോലെ തന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനാണ് എന്ന് ഉറപ്പിച്ചാലേ, അത് ലക്ഷ്യം ശരിയായാലേ, ഇപ്പം ഈ ലക്ഷ്യം ശരിയായാൽ മതി, ഒരു മാർഗം തെറ്റ് അങ്ങനെയല്ല, മാർഗവും ശരിയാവണം. മാർഗം ശരിയാവാത്തതുകൊണ്ടാണ് ഇപ്പോൾ മുക്തി കിട്ടാഞ്ഞതേ. പക്ഷേ മാർഗം ശരിയാവും, അടുത്ത് തന്നെ ശരിയാവും. അത് ഇവർ ഉറപ്പിച്ച് പറയുക, ഹരിദാസന്മാർ ഉറപ്പിച്ച് പറയുക. പുനഃശ്രവാന്തേ സർവേഷ, വീണ്ടും ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും വൈകുണ്ഠേ വസതിഹി ധ്രുവം, വൈകുണ്ഠത്തിൽ വസിക്കാൻ സാധിക്കും, ഉറപ്പ്, മാക്സിമം. ഗോകർണ സംബോധന ചെയ്യാണ്. തവ, അങ്ങേക്ക്, ഗോവിന്ദ, ഗോവിന്ദൻ തന്നെ, ഗോലോകം, ഗോലോകത്തെ ദാസ്യതി സ്വയം, ഗോലോകത്തെ തരുക തന്നെ ചെയ്യും. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്ന് അങ്ങേ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് സ്വയം. കുറച്ച് നീട്ടി പറയണം. പുനഃശ്രവാന്തേ സർവേഷാം, വീണ്ടും ഇത് കേൾപ്പിക്കുകയാണെങ്കിൽ, അത് എല്ലാവരും കേൾക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൽ രണ്ടർത്ഥവും നമ്മൾ എടുക്കണം. മുഴുവൻ വാച്യാർത്ഥം മാത്രമായാൽ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നതിൽ മുഴുവൻ വാച്യാർത്ഥം മാത്രമല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടെന്ന് ചിലവർ പറഞ്ഞു എന്നോട്. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞാലാണ് നമ്മൾ വെറുതെ വാച്യാർത്ഥം പോയിട്ട് കാര്യം. ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തെ ഉള്ളിൽ കിട്ടാനാ, സംസ്കൃതം പഠിപ്പിക്കാനല്ല. എൻ്റെ സംസ്കൃത പാണ്ഡിത്യം അത് പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല ഇത്. ഇത് ഭാഗവതത്തെ പറഞ്ഞു തരാനാണ്. ഭാഗവതത്തെ, ഭഗവത്വത്തെ, ഭഗവത് തത്വത്തെ, ഭഗവത് ഭാവം ആണ് ഭഗവത്വം. ഭഗവാന്റേതായിട്ടുള്ള മാർഗങ്ങൾ, ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് ഭഗവത് തത്വം. ഭഗവത്വവും ഭഗവത് തത്വവും. അപ്പോൾ ഇതിൽ ഞാൻ എന്നുള്ളത് ഒന്നുമില്ല, പറയുന്ന ഞാൻ ഒന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നതിൽ ഭഗവത് തത്വം ഉണ്ടാവും, ഭാഗവത തത്വവും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വാച്യാർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണില്ല. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇത് വീണ്ടും നിങ്ങളോടും പറയുകയാണ്. എല്ലാവരും കേൾക്കുന്നവർക്ക് ഇത് അറിയില്ലല്ലോ. അപ്പോൾ പുനഃശ്രവാന്തേ സർവേഷാം, ഗോകർണനോട് പറയുകയാണ്, അങ്ങ് വീണ്ടും ഒന്ന് കേൾപ്പിച്ചോളൂ. അപ്പോൾ കേൾപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ശ്രോതാക്കളോട് കേട്ടോളൂ എന്നും കൂടിയായി എന്ന് സാരം.
അപ്പോൾ അവർക്ക് വൈകുണ്ഠേ വസതിർ ധ്രുവം. തീർച്ചയായിട്ടും മാക്സിമത്തിലുള്ളതായിട്ടൊരു ഭാവമാണ് മുക്തി. അത് വൈകുണ്ഠത്തിൽ തന്നെ അവർക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ പോരാ, വൈകുണ്ഠത്തിൽ തന്നെ എത്തണം. സത്യലോകം കിട്ടിയിട്ട് കാര്യമില്ല, ശിവപദവും പോരാ. അത് ഈ കുറവോ കൂടുതലോ ഉണ്ടോ എന്നുള്ളത് തെറ്റിദ്ധരിക്കണ്ട. ശൈവ വൈഷ്ണവ ശാക്തേയ തർക്കത്തിനല്ല. മണിദ്വീപം പോരാ, വൈകുണ്ഠം തന്നെ വേണം. തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വൈകുണ്ഠം തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇനിയോ, ഗോകർണ, അങ്ങ് ഇത് ചെയ്യുമ്പോൾ അങ്ങയെ കൊണ്ടുപോകാനായിട്ട് ഗോവിന്ദൻ തന്നെ ഇഹ ആഗമിഷ്യതി, വന്നോളും, വരും, ഭഗവാൻ വരും. എന്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ഗോലോകം ദാസതി, ഗോലോകം തരുക തന്നെ ചെയ്യും അങ്ങേക്ക്, ഗോലോകവാസം. പുനഃശ്രവാന്തേ സർവേഷാം വൈകുണ്ഠേ വസതിർ ധ്രുവം ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം. അപ്പോൾ ഭഗവാൻ ഒരു തവണയും കൂടിയും ചെയ്യാൻ നിർദ്ദേശിച്ച കൂട്ടത്തിലായി ആ ഹരിദാസന്മാരുടെ വാക്ക്. കുമാരാവൂജു, സനകുമാരാദി മഹർഷിമാർ പറയുകയാണ്. അവരാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ മഹാത്മ്യം പറഞ്ഞു വരണത്. സനകുമാരാദി മഹർഷിമാർ ഈ നാരദൻ കേൾക്കാൻ വേണ്ടിയിട്ടും മറ്റ് ഭക്തന്മാർ കേൾക്കാൻ വേണ്ടിയിട്ടും പറയുകയാണ്. കുമാരാവൂജു ഏവമുക്ത്വാ യയു സർവേ വൈകുണ്ഠം ഹരികീർത്തന ശ്രാവണേ മാസി ഗോകർണ കഥാമൂചേ തഥാ പുന. അപ്പോൾ സനകാദി മഹർഷിമാർ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ പറയുന്നു. ഈ നിത്യം സന്നിഹിതോ ഹരി, എവിടെ? ഹരിദ്വാരത്തിൽ വെച്ചിട്ട് സപ്തർഷികളാൽ അത് എത്രത്തോളം വളർത്താൻ പറ്റും ഈ ഹരിയുടെ സാന്നിധ്യം, അത്രത്തോളം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഗംഗയുടെ സാമീപ്യമുള്ള, ഗംഗ 7 തിരിഞ്ഞ അവിടെ ഇരുന്നിട്ടാണ് ഈ ആദിമഹർഷിമാർ പറയണത്. അവിടെ ഈ ഭക്തിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ നാരദനെ കേൾപ്പിക്കുകയാണ്. അത് കേൾക്കുന്നത് ഭക്തന്മാരാണ്. അപ്പോൾ ഏവം ഉക്ത്വാ യയു സർവേ വൈകുണ്ഠം ഹരികീർത്തനാഃ ശ്രാവണേ മാസി ഗോകർണഃ കഥാം ഊചേ തഥാ പുന. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാന്റെ ഈ കീർത്തന ആലാപ നാമ ഭാഗവത എന്താ വെച്ചാൽ അതൊക്കെ മുഴുവൻ ചെയ്യുന്നതായിട്ടുള്ള അവര് സദാസമയത്തും ഹരിശരണം ഹരിശരണം ഹരിശരണം. അതാണ് സനൽകുമാരാദി മഹർഷിമാരുടെ പ്രത്യേകത. അവര് വൈകുണ്ഠത്തിലേക്ക് പോയി. ആരാ പോയത്? ഈ വിഷ്ണു പാർഷദന്മാര് ഈ ധുന്ധുകാരിയെയും കൊണ്ട് ഗോകർണന്റെ അടുത്തു നിന്നും പോയി. ഇനി ഒരിക്കൽ കൂടി സപ്താഹയജ്ഞം നടത്തുകയും വിധിപ്രകാരം തന്നെ അത് കേട്ട് മനനം ചെയ്ത് നിധിധ്യാസം അതിൽ ജീവിക്കുകയും ചെയ്താൽ എല്ലാവർക്കും വൈകുണ്ഠം ലഭിക്കും എന്ന് ഹരിദാസന്മാർ പറഞ്ഞത് അനുസരിച്ച് ഗോകർണൻ വീണ്ടും ചിങ്ങമാസത്തിൽ, ശ്രാവണേ മാസി, ചിങ്ങമാസത്തിൽ രണ്ടാമതും ഒരു തവണ ഭാഗവത സപ്താഹം നടത്തി. ഏവം ഉക്ത്വാ യയു സർവേ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം യയു പോയി. എവിടേക്ക്? എല്ലാവരും, സർവേ എല്ലാവരും. ആരാ എല്ലാവരും? ഇവിടെ വിഷ്ണു പാർഷദന്മാരും ഈ മുക്തനായിട്ടുള്ള ധുന്ധുകാരിയും പോയി എന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ നമ്മൾ കുറച്ചും കൂടിയും കടത്തി പറയണം. അദ്ദേഹം മാത്രമല്ല. അപ്പോൾ ധുന്ധുരി പോയിണ്ടാവും. അതേപോലെ മറ്റ് പ്രേതങ്ങൾ, ഇതിന് പൂർവികരോ അല്ലെങ്കിൽ അവിടെ വന്നിരുന്നവരോ അവർക്കൊക്കെ മുക്തിയുണ്ട്. അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന വിമാനത്തെ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ശ്രോതാക്കളായിട്ടിരിക്കുന്നവർക്ക് വിമാനത്തെ കാണണം, മറ്റത് വിമാനത്തെ കാണണ്ട. ഇതൊരു വ്യത്യാസം തന്നെയാണ്. അത് ഗോപ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അതങ്ങനെയാണ്, അതിൻ്റെ നിയമം അങ്ങനെയാണ്. ഒരു തവണ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രേതങ്ങൾക്ക് മുക്തി കിട്ടും എന്നുള്ളത് ഉറപ്പ്. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഭാഗവതം ഉള്ളിലേക്ക് കയറുള്ളൂ. ഇതിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമുക്കറിയാലോ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെയാണ്, പോവും. അപ്പം ഇങ്ങനെ എല്ലാവരും സർവേയയു വൈകുണ്ഠം ഹരികീർത്തനാഹ. ഈ ഹരിദാസന്മാരെപ്പോഴും ഹരികീർത്തനന്മാരാണ്. ഹരിശരണം ഹരിശരണം. ഇനിയോ ശ്രാവണേ മാസി ഗോകർണ. ഈ ചിങ്ങമാസത്തിൽ ഗോകർണൻ കഥാം ഊജേ തഥാ പുനഃ. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും, തഥാ അതിനുശേഷം, കഥാം ഊജേ കഥയെ പറഞ്ഞു.
ഭാഗവത കഥ വീണ്ടും 7 ദിവസത്തെ കൊണ്ട് ഒരു സപ്താഹമായിട്ട് യജ്ഞമായിട്ട് നടത്തി. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എല്ലാവർക്കും അത് കിട്ടുകയും ചെയ്തു എന്നതാണ്. ഏവം ഉക്ത്വാ യയുഃ സർവേ വൈകുണ്ഠം ഹരികീർത്തനാഃ ശ്രാവണേ മാസി ഗോകർണഃ കഥാമൂജേ തഥാ പുനാം. ഇനി 79ാമത്തെ ശ്ലോകം. സപ്തരാത്രവതീം ഭൂയ ശ്രവണം തൈ കൃതം പുനഃ കഥാ സമാപ്തൗ യജ്ജാതം ശ്രൂയതാം തച്ച നാരദ. അപ്പോൾ അവിടെ നേരിട്ട് പറയല്ല ഉണ്ടായത്. സനത്കുമാരാദി മഹർഷിമാര് അതിൻ്റെ ആ ഒരു രംഗത്തെ ഒന്ന് കേട്ടോളൂ നാരദ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു മഹിമയാണ്. സപ്ത അഹസ് കൊണ്ട് 7 പകല് കൊണ്ട് ഈ ഭാഗവതം മുഴുവൻ പാരായണം ചെയ്ത് വീണ്ടും അവരെല്ലാവരും കേട്ടു. എല്ലാ ജനങ്ങളും കേൾക്കുക മാത്രമല്ല അത് മനനം ചെയ്തു, നിധിധ്യാസം ചെയ്തു. അല്ലയോ നാരദ, ഈ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടാവും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആ സമയത്ത് സമാപിച്ചതായിട്ടുള്ള ആ സമയത്ത് ഒരു അത്ഭുതമുണ്ടായി. നാരദ, ഞാനത് പറയാൻ കേട്ടോളൂ, ശ്രദ്ധിച്ചിരിക്കൂ. ഇപ്പം ഇതുവരെ ശ്രദ്ധിച്ചിട്ടല്ലേ ഇരിക്കണേ? അതെ. എങ്കിലും നമ്മളൊരു കാര്യം അടുത്തതായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഈ ദുന്ധുകാരിക്ക് മുക്തി കിട്ടി, അതല്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇനി വരാൻ പോവുകയാണ്. അതാണ് സപ്തരാത്രവതീം ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും, പുനഃ എന്നുള്ള. അപ്പോൾ 7 രാത്രി കഴിഞ്ഞപ്പോൾ, സപ്തരാത്രവതിയും 7ാമത്തെ രാത്രിയും കൂടി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രാത്രി അത് അവന് കഴിയണം, അങ്ങനെയാണ്. നമ്മൾ 7 പകലാണ് അത് വായിക്കുക. പക്ഷേ 7 രാത്രിയും ഈ എന്ത് കഴിയണം? ശ്രവണ മനന നിധിധ്യാസങ്ങൾ കഴിയണം. പക്ഷേ ഇവിടെ സപ്തരാത്രവതിയും എന്ന് പറഞ്ഞത് വായന കഴിഞ്ഞ വഴിക്ക് തന്നെ വിമാനം വന്നിട്ടുണ്ട്. നമ്മൾ രാത്രി കണക്കാക്കിയിട്ട് ഇതൊക്കെ ആദ്യം ഇനി ഇതൊക്കെ ചെയ്യണ്ടേ, റിവിഷൻ വേണ്ടേ? അതൊന്നും വേണ്ട. കാരണം 12ാമത്തെ അധ്യായത്തിൽ 12ാം സ്കന്ധത്തിൽ 12ാമത്തെ അധ്യായം വായിച്ച നമോധർമായ മഹതേ നമ കൃഷ്ണായ വേദസേ, ആ അധ്യായം ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എത്തി. തമഖില ഗുരു നമസ്കരിച്ചു. അങ്ങനെയുള്ള ആ ഭാഗവതം കേട്ടപ്പോൾ അവിടെ കഴിഞ്ഞു. ഇനി വേറൊന്നും വേണ്ട. പിന്നെ ആദ്യ ഭക്തി ഉണ്ടാവണം എന്നുള്ളത് 13ാമത്തെ അധ്യായത്തിൽ ഒടുക്കത്തെ 2 അധ്യായങ്ങൾ, ഒടുക്കത്തെ 2 ശ്ലോകങ്ങൾ, അതവിടെ സമാപിച്ചു. അത്രേ വേണ്ടു, കഴിഞ്ഞു. ഇനി അവർക്ക് എന്താണ്? അർഹത കിട്ടി. അപ്പോൾ സപ്തരാത്രവതിയും ഭൂയ, ഇവിടെ രാത്രി ആവണ്ട എന്ന് സാരം. ഇതത് വായിച്ചു കഴിഞ്ഞാൽ മതി. അങ്ങനെ വീണ്ടും ഭൂയ ശ്രവണം തൈഹി, വീണ്ടും ഈ വരാൽ, ആരാൽ? അവിടെ ഇരിക്കുന്ന മഹാഭക്തന്മാര്. ആരൊക്കെയാ ഭക്തന്മാര്? യോഗികളുണ്ട്, ജ്ഞാനികളുണ്ട്, ഈ ബ്രഹ്മോപാസന ചെയ്യുന്നവരുണ്ട്. അതൊക്കെ പ്രത്യേകം കാറ്റഗറിയാണ്. എല്ലാവരും ഒരുപോലെ ഒന്നല്ല, എല്ലാവർക്കും വളരെ വളരെ വ്യത്യാസങ്ങളായിട്ടുണ്ട്. പരസ്പരം അവരൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താ? പരസ്പരം അംഗീകരിക്കാവുകയാണ്. അപ്പം ഈ പരസ്പരം അംഗീകരിക്കുക, ഓരോരുത്തർക്കും ഓരോരോ കഴിവാണുള്ളത്. അപ്പം ഓരോരോ കഴിവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സനകാദികൾ കൂടി പറയുന്നത്. യോഗികൾ പ്രത്യേകമാണ്, ജ്ഞാനികൾ പ്രത്യേകമാണ്. യോഗിക്ക് ജ്ഞാനമുണ്ട്, ജ്ഞാനിക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെയാണ് ബ്രഹ്മോപാസന ചെയ്യുന്നു, സകളസ്വരൂപ നിഷ്കളോപാസന, സകളോപാസന. അപ്പോൾ സകളോപാസന ചെയ്യണു. അതിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്, നിഷ്കളോപാസന, ബ്രഹ്മോപാസന. അപ്പോൾ അവരെ പ്രത്യേകം പറഞ്ഞു. അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുക, മഹാപണ്ഡിതന്മാര്. സൂര്യൻ്റെ നിർദ്ദേശമാണ് സപ്താഹം വായിക്കൂ, എന്നിട്ട് ഒരാൾക്കേ കിട്ടിയുള്ളൂ. 2ാമത് വിഷ്ണുഭാഷകന്മാർ വന്നപ്പോൾ 2ാമത് പറഞ്ഞപ്പോൾ 2ാമത്തെ വായനയ്ക്ക് എല്ലാവരും ശ്രദ്ധിച്ചു. സൂര്യൻ പണ്ട് ശ്രദ്ധിക്കാനിട്ടല്ല, അത്ര തോന്നിയില്ല. അത് ആദ്യത്തെ ആയതുകൊണ്ടാണ്, സൂര്യൻ്റെ കുഴപ്പമല്ല. അപ്പോൾ വ്യാഖ്യാനിക്കേ, അപ്പോൾ സൂര്യൻ പറഞ്ഞാൽ പോരാല്ലേ. ഇതാണ് നമ്മുടെ പാഖണ്ഡം. സൂര്യൻ പറഞ്ഞാൽ മതി. സൂര്യനെ കൊണ്ട് പറയിക്കാൻ ഈ ഗോകർണനല്ലാണ്ട് ആർക്കാൻ പറ്റുക? എല്ലാറ്റിനെയും പോസിറ്റീവ് എടുത്താലേ ശരിയാവുള്ളൂ. 2ാമത് വിഷ്ണുഭാഷന്മാർ വന്നിട്ട് പറഞ്ഞിട്ട് വേണ്ടി ഒന്നുമില്ലേ. ഇതാണ് നമ്മുടെ പോരായ്മ. അപ്പം അങ്ങനെ വരരുത്. ഇത് ഭൂയ ശ്രവണം തൈഹി, ഈ മഹാഭക്തന്മാരെ വീണ്ടും അത് കേട്ടു. കൃതം പുനഃ, ആ യജ്ഞം 2ാമത് ചെയ്തു. ശ്രവണം തൊട്ടുള്ള ഓരോന്നും ഇവർ 2ാമതും ചെയ്തു. കഥാസമാപ്തവും, കഥ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ
യജ്ജാതം എന്താണ് ഉണ്ടായത്, ആ സമയത്ത് ഒന്ന് സംഭവിച്ചു, ജനിച്ചു. ശ്രൂയതാം അത് ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു തരാം. തത് ച നാരദ അതും ഇപ്പോൾ നാരദ കേട്ടോളൂ. അതാണ് സപ്തരാത്രവതിം ഭൂയ ശ്രവണം തൈ കൃതം പുന കഥാസമാപ്തൗ യജ്ജാതം ശ്രൂയതാം തച്ച നാരദ. 80-ാമത്തെ ശ്ലോകം. വിമാനൈ സഹ ഭക്തൈശ്ച ഹരിരാവിർബഭൂവഃ ജയശബ്ദ നമശബ്ദാഃ തത്രാസൻ ബഹവസ്തദാ സർവത്ര. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്താ സംഭവിച്ചത്? അത്യത്ഭുതം. ഭഗവാൻ തന്നെ അവിടെ ആവിർഭവിച്ചു, പ്രത്യക്ഷനായി. ഭഗവാന് വിമാനമൊന്നും വേണ്ട. ഭഗവാൻ അങ്ങോട്ട് അവിടെ ഉണ്ടേ, അങ്ങോട്ട് കാണാറായി, അത്രയേ ഉള്ളൂ. അവിടെ ഇത് ഈ ഹരിദാസന്മാർ വന്നതും വിമാനം വന്നതും കൊണ്ടുപോയതും ഒക്കെ ഭഗവാൻ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. വരും എന്ന് ഈ ഹരിദാസന്മാർ പറഞ്ഞത് അവിടെ ഇരിക്കണ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെയാ. വരല്ല ഉണ്ടായത്, പ്രത്യക്ഷാവേ ഉണ്ടായുള്ളൂ. മറ്റ് അവിടെ ഉണ്ട്, കാണില്ല ആർക്കും, അദൃശ്യൻ. അവിടെ കാണാറായി, അത്രയേ ഉള്ളൂ. വിമാനൈഹി സഹ ഭക്തൈശ്ച. ഇനി വിശദീകരിച്ച് പറയുമ്പോൾ എങ്ങനെയാ പറയാ? വിമാനൈഹി സഹ അനവധി വിമാനങ്ങളോട് കൂടിയിട്ട്. ഭഗവാൻ അവിടെ ഇരിക്കണ്ടേ, വിമാനങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർക്കൊക്കെ വിമാനങ്ങൾ അവിടെ ഉണ്ട്, അതൊക്കെ അദൃശ്യമായിട്ടിരിക്കുകയാണ്. ശ്രീരാമൻ പുഷ്പകത്തിനോട് പറഞ്ഞ പോലെ, ഞാൻ എപ്പോഴാ വേണം വിചാരിച്ചാൽ അപ്പോൾ കാണാറാവണം. ശരി, അങ്ങോട്ട് പോയി പറയുന്നുണ്ട്, അങ്ങോട്ട് പോയിട്ടില്ല, അവിടെ ഉണ്ട്. അതാണ് എന്ന കൂട്ടത്തിലെ വിമാനം അവിടെ ഉണ്ട്. കാരണം ഇതൊക്കെ അങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സിസ്റ്റം അതാണ്. ഇതിനെ അംഗീകരിച്ചാലേ നമുക്ക് ഭാഗവതം കിട്ടുള്ളൂ. വിമാനൈഹി സഹ ഭക്തൈഹി ച. അപ്പോൾ വിമാനൈഹി സഹ അനവധി വിമാനങ്ങളോട് കൂടിയിട്ട്, ഭക്തൈഹി സഹ അനവധി ഭക്തന്മാരോട് കൂടിയിട്ട്, ഹരിഹി ആവിർബഭൂവ ഹ. അവിടെ ഹകാരം കൊടുത്ത് വെറുതെ അല്ല, അത്ഭുതം. ഭഗവാൻ അവിടെ വന്നു എന്നുള്ളത് നമ്മളെ പോലുള്ളവർക്കുള്ള അത്ഭുതം. പക്ഷെ അവിടെ ഇരിക്കുന്ന മഹാപണ്ഡിതന്മാർക്ക് പ്രത്യക്ഷമായി ഭഗവാൻ ഇവിടെ ഇരിക്കണ്ടായിരുന്നു അല്ലേ, ഇവിടെ ഇരിക്കുന്ന ഭഗവാനെ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാറായില്ലോ. അത്ഭുതം. നമ്മളെ പോലെയുള്ളവർക്ക് ഹായ് ഭഗവാൻ ഇതാ വിമാനം കൊണ്ട് വന്നിരിക്കുന്നു, എന്തൊരത്ഭുതം. വ്യത്യാസം മനസ്സിലായിണ്ടാവും വിചാരിക്കണം. ജയശബ്ദ നമശബ്ദാഹ. ആ സമയത്ത് ഭഗവാൻ ജയിക്കട്ടെ, ഭഗവാന്റെ നാമങ്ങളെ സഹസ്രനാമങ്ങളായിട്ട് അല്ലെങ്കിൽ ആയുധനാമങ്ങളായിട്ട്, അങ്ങനെയില്ല, എത്രയാച്ചാ അത്ര നാമങ്ങളെ ജപിച്ചുകൊണ്ട് ആ ഭഗവാൻ ജയിക്കട്ടെ, നാരായണൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ, കൃഷ്ണൻ ജയിക്കട്ടെ, അങ്ങനല്ലേ, ദാമോദരൻ ജയിക്കട്ടെ, ഗോവിന്ദൻ ജയിക്കട്ടെ. ജയശബ്ദ നമശബ്ദാഹ തത്ര ആസൻ ബഹവസ്തദാ. ബഹളല്ല കേട്ടോ, എല്ലാവരും കൂടി ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ബഹളമായിട്ട് മാറണു. അത് ചിട്ടയിൽ ഒരു പ്രത്യേക രീതിയിൽ ട്രെയിൻഡ് ആണെങ്കിൽ ഒറ്റ ശബ്ദത്തിൽ ബഹളമില്ലാതെ കണ്ടുവരണു. ഒറ്റ ശബ്ദം. അതിലോ സ്ത്രീ ശബ്ദം, പുരുഷ ശബ്ദം, ഫ്രീക്വൻസി ഡിഫറൻസ്, ഇതെല്ലാം ഉണ്ടായാലും ഒരേ മാത്രയിൽ ഒരേപോലെയാണ് ശബ്ദം ഉണ്ടാകുന്നത് എങ്കിൽ, തമ്മിൽ ചേർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, അതിൻ്റെ ആ ഒറ്റ ശബ്ദത്തിന് ഘനം കൂടും, ഗാംഭീര്യം കൂടും. നമ്മൾ ചെല്ലുമ്പോൾ സമയം തുല്യമായിരിക്കില്ല, മാത്ര തുല്യമാവാത്തത് കൊണ്ട് ശബ്ദ വ്യത്യാസം ഉണ്ടായിരിക്കും, ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബഹളമായിട്ട് മാറി. ഇവിടെ ബഹവസ്തത, എല്ലാവരും കൂടിയിട്ട് അപ്പോൾ തന്നെ ഒരുമിച്ച് ഭഗവാൻ ജയിക്കട്ടെ. മറ്റത് എക്കോ പോലെയാ, അഡീഷണൽ വന്നുകൊണ്ടിരിക്കും. ഇതില്ല, ഇത് എക്കോ ഇല്ല, ഒറ്റ ശബ്ദം. എന്നാൽ അത് ഉറക്കെ പറയണു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് വലിയ ബോക്സുകളൊക്കെ വെച്ചിട്ട് തന്നെ കേൾക്കാൻ പറ്റാത്ത ചെയ്ത് കാത് അടപ്പിക്കുന്ന അല്ലെങ്കിൽ കാത് അങ്ങോട്ട് പൊട്ടുന്ന രീതിയിൽ, അതല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന രീതിയിൽ തന്നെ കേൾക്കുന്നു, പക്ഷെ അത് ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ശബ്ദത്തിൻ്റെ പരമാവധി ഇത്ര ഉറക്കെ വെച്ചാൽ അതിനൊരു 100 മീറ്റർ കണക്കുണ്ട്, അതിൽ കൂടുതൽ പോവില്ല ഈ ശബ്ദം. ഇനി മറ്റേ ഈ എന്താ പറയുക, അമ്പലത്തിനൊക്കെ മുകളിൽ വെക്കുന്നതായിട്ടുള്ള കോളാമ്പി പോലെ വലിയൊരു അതാണെന്ന് വെച്ചാൽ 1 കിലോമീറ്റർ, അതിൽ കൂടുതലില്ല. ചെറിയ ചില സ്ഫോടനങ്ങൾ, അതൊക്കെ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ.
അതുപോരാ, ബ്രഹ്മാണ്ടം മുഴുവൻ, ഭൂമി മുഴുവൻ പോരാ. അപ്പോൾ അത്രയും കൂടുതൽ ഈ ചെറിയ ശബ്ദത്തെ ഫ്രീക്വൻസിയോട് കൂടിയിട്ട് എത്തിക്കാൻ സാധിക്കുന്നു, എത്തിച്ചു. അതാണ് ഈ വിവിധങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ചേരുവകളോട് കൂടിയിട്ട് ഒരേ സമയത്താവുമ്പോൾ അത് നമ്മൾ സങ്കല്പിക്കുകയേ മാർഗമുള്ളൂ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊന്നും ഉണ്ട്. കാരണം ശബ്ദതരംഗങ്ങൾ ഈ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ ശബ്ദം എവിടുന്ന് വന്നു? ആരുണ്ടാക്കി? ഈ ഉണ്ടാക്കിയ ശബ്ദം എന്നോ ഉണ്ടാക്കിയതാ. അത് അപ്പോഴാണ് അവിടെ വരുന്നത്. എപ്പോഴാണ്? ഇവർ നോക്കുമ്പോൾ ആ ശബ്ദമാണ് അവിടെ വരേണ്ടത് എന്ന് ഭഗവാനെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവർക്ക് അത് അപ്പം കിട്ടിയത്, അത്രയേ ഉള്ളൂ. അപ്പം ഈ ശബ്ദം നമ്മൾ നാരായണ ജപിക്കുമ്പോൾ ഇവിടെയുള്ള ഈ ന്യൂനതകളെ ഇല്ലാണ്ടാക്കാൻ നാരായണ ശബ്ദത്തിന് കഴിവുണ്ട്. ഈ ഉറപ്പുണ്ടെങ്കിൽ ഈ ഉറപ്പോട് കൂടിയിട്ട് വിശ്വസിച്ച് ജപിച്ചാൽ അതിൻ്റെ ഫലം ഇരട്ടിയാണ്. എന്ന കൂട്ടത്തിൽ ഇവിടെ ഭഗവാനെ കാണുകയാണ്. അവിടെ ഉള്ള ഭഗവാനെ കണ്ടപ്പോൾ ബഹവസ്തത, എല്ലാവരും കൂടിയിട്ട് ഉറക്കെ ഒരുമിച്ച് ഒരേ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരേ മാത്രയോട് കൂടിയിട്ട് ജപിക്കാൻ സാധിച്ചു. ഒരു താതാത്മ്യമാണ്. വിമാനൈ സഹ ഭക്തൈശ്ച, വിമാനത്തിൽ. പിന്നെ ഇനി എന്താണ് ഭക്തൈശ്ച? അതിൻ്റെ വിശദീകരണം ഞാൻ ആദ്യം പറയും. ഭഗവാന്റെ കൂടെ ആ സമയത്ത് അപ്പോൾ അവിടെ ആരൊക്കെ കേൾക്കാനിരുന്നായിരുന്നു? എല്ലാവരും രൂപം സ്വീകരിച്ച് അവിടെ വന്നായിരുന്നു ഇരിക്കാൻ. ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ, മഹാത്മ്യത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ എവിടെയൊക്കെ ഇരുന്നു എന്നുള്ളത് അറിയാൻ പറ്റാത്ത രീതിയിൽ ഗ്രന്ഥങ്ങളായാലും പർവ്വതങ്ങളായാലും മരങ്ങളായാലും അതേപോലെ സനകാദികളായാലും നാരദ അവർ പ്രത്യക്ഷത്തിലിരിക്കുകയാണ്. മറ്റുള്ള ആളുകളും ഉദ്ധവനായാലും ഇവരൊക്കെ വന്നിരുന്നായിരുന്നു. ആരും കണ്ടിട്ടില്ല. ഇനി അവരൊക്കെ പ്രത്യക്ഷമാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഭക്തൈ സഹ, ഭക്തൈഹി ച സഹ, വിമാനൈഹി സഹ ഭക്തൈഹി ച, വിമാനങ്ങളും ഭക്തന്മാരും ഒരേപോലെ ഹരിയും, ഒപ്പം തന്നെ ഭഗവാൻ ഹരിയും ആവിർബഭൂവ, അവിടെ ആവിർഭവിച്ചു, പ്രത്യക്ഷമായി, കാണാറായി എല്ലാവർക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തോടു കൂടി ഇരിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരും, മറ്റുള്ളവർക്ക് ശരീരം കാണില്ല, അവർക്ക് ശരീരത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിലും ശരീരത്തിലാണല്ലോ വാസം എന്ന നിലയ്ക്ക് നമ്മൾ പറയുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ജയശബ്ദ നമശബ്ദ, അങ്ങനെ എല്ലാവരും ജയശബ്ദവും നമശബ്ദവും പുറപ്പെടുവിച്ചു. തത്ര ആസൻ, അവിടെ സംഭവിച്ചു, അവിടെ ഉണ്ടായി. ബഹവസ്തത, അവിടെ ഇരിക്കുന്നതായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കി. നാരായണൻ ജയിക്കട്ടെ, ഗോവിന്ദൻ ജയിക്കട്ടെ, ദാമോദരൻ ജയിക്കട്ടെ. വിമാനൈ സഹ ഭക്തൈശ്ച ഹരിരാവിർബഭൂവ ജയശബ്ദ നമശബ്ദസ്തത്രാസൻ ബഹവസ്തത. 81-ാമത്തെ ശ്ലോകം. പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷാത്തത്ര സ്വയം ഹരി ഗോകർണം തു സമാലിംഗ്യ അകരോൽ സ്വസദൃശം ഹരി. സന്തോഷം എത്രയാണ് വന്നത് ചോദിച്ചാൽ അറിയില്ല. ഭഗവാൻ പോലും തൻ്റെ ഈ സന്തോഷത്തെ ഘോഷമാക്കിയിട്ട് മറ്റുള്ളവരെ അറിയിച്ചു. എന്താ ചെയ്തത്? പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട്. ഗോകർണനെ ഭഗവാൻ ആലിംഗനം ചെയ്തു. ഇത്രയും ജീവജാലങ്ങൾക്ക് മുക്തി കൊടുത്തുവല്ലോ ഗോകർണ, എൻ്റെ കഥ പറഞ്ഞിട്ട്. ഭഗവാൻ പോലും സ്വയമേവ ഈ കാര്യത്തിൽ അത്ഭുതപ്പെടുകയാണ്. എൻ്റെ കഥ കേട്ടിട്ട് ഇത്രയും ആൾക്കാർക്ക് മുക്തി കിട്ടിയോ? ഞാനത് ചെയ്യുമ്പോൾ അത്ര ആലോചിച്ചിട്ടില്ല കേട്ടോ. കേൾക്കുമ്പോൾ അത്രയും പ്രാധാന്യമുണ്ടോ? ഉണ്ട്. അതാണ് ഈ മരുന്നുകൾ, ഇലച്ചെടികൾ, അത് ആ ചെടികളെ കൊണ്ട് വളരും. ആ ചെടിക്ക് അറിയോ ഈ മാറാരോഗങ്ങളെ മാറ്റാനുള്ള കഴിവുള്ള ഞാൻ എന്നുള്ള ധാരണ ഇല്ല. പക്ഷേ ആ ചെടി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാറാരോഗം മാറ്റിയെങ്കിൽ ആ ചെടി പോയി. ആ ചെടിക്ക് മനസ്സിലാവുകയാണ്, പിന്നെ അതിൻ്റെ ഭാവം മാത്രമേ ഉള്ളൂ. ആ ചെടിക്ക് മനസ്സിലാവുകയാണ് ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത്. അത്ഭുതമായി. അല്ലാണ്ട് അവിടെ അസൂയയില്ല, ഞാൻ എന്നുള്ള എൻ്റെ പേര് എല്ലാവരും അറിയണേ, ആ പ്രാർത്ഥന ഇല്ല. ഇതാണ് നമ്മളും ഈ ഭാവവും തമ്മിലുള്ള വ്യത്യാസം. ഉദ്ധവനായാലും ഈ ഹരിദാസന്മാരായാലും അവർക്കൊന്നും എന്തില്ല, ഈ ഭാവമില്ല. നമുക്കോ, നമ്മൾ ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. അത് വിജയിപ്പിക്കാനുള്ള കാരണം ഞാനാണ്, ഗോകർണനില്ലാതെ. ഭഗവാൻ അത്ഭുതപ്പെട്ടു. ഭഗവാനാണ് അതിൻ്റെയൊക്കെ ആൾ. അപ്പോൾ ഭഗവാൻ അത്ഭുതപ്പെട്ടു. ഞാൻ എൻ്റെ കഥ വായിച്ചിട്ട്, ഗോകർണൻ എൻ്റെ കഥ വായിച്ചിട്ട് ഇത്രയും ആളുകൾക്ക് മുക്തി കിട്ടിയോ? അത്ഭുതമായിരുന്നു ഭഗവാനെ. അതാണ്
അപ്പോൾ പാഞ്ചജന്യധ്വനിം ചക്രേ, ആ പാഞ്ചജന്യധ്വനിം ഈ ചക്രം കയ്യിൽ പിടിച്ചയക്കുന്ന ഭഗവാൻ അവിടെ ചെയ്തു എന്നുള്ള അർത്ഥം. ചക്രേ പാഞ്ചജന്യം വിളിച്ചു, ശംഖൂതി ഭഗവാൻ ചക്രേ അത് ചെയ്യപ്പെട്ടു. ഇനി ഹർഷാദ് തത്ര വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് അപ്പോൾ തത്ര സ്വയം ഹരി ഭഗവാൻ സ്വയം ആവിർഭവിച്ചു. അതേപോലെ തന്നെ സ്വയം ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി. ഗോകർണം തു സമാലിംഗ്യാത് ഗോകർണനാവട്ടെ ഗോകർണനെ ആവട്ടെ എന്നും ആവാം. നമ്മളിവിടെ സംസ്കൃതത്തിൻ്റെ വ്യാകരണം നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ഭാഗവതന്മാരാ. അപ്പോൾ അവിടെ ഗോകർണനെ ഭഗവാൻ ആലിംഗനം ചെയ്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ആലിംഗനം എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഗോകർണനെ ഭഗവാൻ ആലിംഗനം ചെയ്തു, ഗോകർണൻ ഭഗവാനെയും ആലിംഗനം ചെയ്തു. ഗോകർണം തു സമാലിംഗ്യ അകരോത് ചെയ്തു. സ്വസദൃശം ഹരി ഹരിയുടെ തുല്യ രൂപമുള്ള സാദൃശ്യമുള്ളതായിട്ടുള്ള ആ ഗോകർണനെ. അപ്പോൾ ഗോകർണൻ്റെ ആദ്യത്തെ രൂപവും ഇപ്പോൾ ഗോകർണന് മാറി, ഭഗവാന്റെ ദിവ്യ രൂപത്തിൽ ഗോകർണനുമായി. ഗോലോകത്തിൽ കൃഷ്ണൻ എങ്ങനെയാണോ അതേപോലെയായിട്ട് മാറി. അപ്പോൾ സന്തോഷാധിക്യം കൊണ്ട് ഭഗവാൻ തന്നെ പാഞ്ചജന്യം എന്നുള്ള ശംഖൂതി ഗോകർണനെ നല്ലോണം ആലിംഗനം ചെയ്തു. ആ ഗോകർണൻ അപ്പോഴേക്കും ഭഗവാന്റെ രൂപത്തിൽ തന്നെ മാറിയിരിക്കുന്നു, കൃഷ്ണസ്വരൂപിയായി മാറിയിരിക്കുന്നു. ഗോകർണന് സ്വതേ രൂപം കുറച്ചൊരു കൃഷ്ണൻ തന്നെയാണ്, അത് പൂർണ്ണമായി എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ആ കൃഷ്ണനെയാണ് ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് ആലിംഗനം ചെയ്തത്. ഏത് കൃഷ്ണ ഒറിജിനൽ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. ആരാ ഗോകർണൻ ആരാ കൃഷ്ണൻ അറിയാൻ പറ്റില്ല, സാരൂപ്യമുക്തിയാണ്. പാഞ്ചജന്യധ്വനിം പാഞ്ചജന്യത്തിൻ്റെ ആ ശബ്ദം ചക്രേ ചെയ്യപ്പെട്ടു, കേൾക്കപ്പെട്ടു. ഹർഷാദ് തത്ര വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് അപ്പോൾ അവിടെ സ്വയം ഹരിയാൽ ചക്രേ ചെയ്യപ്പെട്ടത്. ഭഗവാൻ ഹരിയാലാണ് ചെയ്യപ്പെട്ടത്. ഗോകർണം തു സമാലിംഗ്യാത് ആ ഗോകർണൻ ആവട്ടെ അല്ലെങ്കിൽ ഗോകർണനെ ആവട്ടെ കൃഷ്ണനാവട്ടെ നല്ലോണം ആലിംഗനം ചെയ്തു. അകരോത് സ്വസദൃശം ഹരി തനിക്ക് തുല്യനായിട്ടുള്ള ആ ഭക്തനെ താൻ തന്നെ ആലിംഗനം ചെയ്തു. പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷാത് തത്ര സ്വയം ഹരി ഗോകർണം തു സമാലിംഗ്യാത് അകരോത് സമാലിംഗ്യ അകരോത് സ്വസദൃശം ഹരി പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷാത് തത്ര സ്വയം ഹരി ഗോകർണം തു സമാലിംഗ്യ അകരോൽ സ്വസദൃശം ഹരി. ഇപ്പോൾ 81ാമത്തെ ശ്ലോകം കൂടി നമ്മൾ പറഞ്ഞു. 77 to 81 പറഞ്ഞത്. ഇനി ബാക്കിയുള്ളത് 82ാമത്തെ ശ്ലോകം, അത് അടുത്ത ഭാഗമായിട്ട് 83ാമത്തെ ഭാഗമായിട്ട് 82ാമത്തെ ശ്ലോകം തൊട്ട് പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ.